നമുക്ക് കാവേരിയുടെ അരവിന്ദിന്റെ ഒക്കെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ ഇന്ന് മുതൽ ഞാൻ കാവേരിയുടെ ഗംഗയുടെ യമുനയുടെ ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അരവിന്ദിന്റെ ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവുന്ന. എന്താണെങ്കിലും ഇന്ന് മുതൽ തുടങ്ങുവാണേ. അപ്പൊ ഇനി എല്ലാ ദിവസവും മറക്കാതെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയെ നമ്മൾ കാണുന്നത് നെവിന്റെ കയ്യിലേക്ക് വീണ് പടക്കം പൊട്ടുവാണ്. ഒരു നിമിഷം നെവിൻ അയ്യോ എന്ന് പറഞ്ഞ് കിടന്ന് അലറിക്കരയുക. എല്ലാരും കൂടി ഓടി അങ്ങോട്ട് വന്നു. രാജേശ്വരിക്ക് സഹിച്ചില്ല. രാജേശ്വരി നോക്കി, എന്താണ് മോനെ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മ ഇങ്ങ് നോക്കമെന്ന് പറഞ്ഞ് കൈ കാണിച്ചു കൊടുത്തു. കയ്യിൽ ചെറിയൊരു പൊള്ളലുണ്ടായിരുന്നു. പടക്കം വീണ് പൊട്ടിയതിൻ്റെതായ. കാവേരി ആകെപ്പാടെ ഭയന്ന് നിൽക്കുകയാണ്. ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് രാജേശ്വരി ചോദിച്ചു, ആരായി പണി കാണിച്ചെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നീള പറഞ്ഞു, അത് പിന്നെ കാവേരി ചേച്ചി പടക്കം പൊട്ടിച്ചിട്ട് ഇങ്ങനെയൊന്നും വരുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്തതല്ല, അറിയാതെ സംഭവിച്ചു പോയതാന്ന് പറയണം. അത് കേട്ടിനിപ്പോ രാജേശ്വരിക്ക് ദേഷ്യമായി. രാജേശ്വരി ദേഷ്യപ്പെട്ട് നേരെ കാവേരിന്റെ അടുത്തേക്ക് വന്നു. നീ ആണോടി കാവേരി എന്ന് ചോദിച്ചു. എടി നിനക്കെന്താ മുഖത്ത് കണ്ണില്ലേ? അഹങ്കാരം തലയ്ക്ക് കയറി പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കുറെ ചീത്ത പറഞ്ഞു. പെണ്ണുങ്ങളായ നിലത്ത് നിൽക്കണം, മാനത്ത് കയറി നടക്കുമല്ല ചെയ്യണ്ടേന്ന്. അപ്പോഴേക്കും പ്രവീണ പറഞ്ഞു, അതെ ചെറിയൊരു അബദ്ധം പറ്റിയതല്ലേ, ചെറിയൊരു പൊള്ളലല്ലേ ഉള്ളൂ, അത്ര കാര്യമാക്കണ്ടില്ല എന്ന് പറഞ്ഞു. ചെറിയൊരു പൊള്ളല് നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും വല്ലാത്തൊരു സങ്കടമായിപ്പോയി കാവേരിക്ക്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശാരദയ്ക്ക് സഹിച്ചില്ല. ശാരദ പെട്ടെന്ന് പോയിട്ട് കാവേരിയുടെ കൈക്കിട്ട് അടി കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് എന്താടി, നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനത്തെ വേലത്തരങ്ങളൊക്കെ ഒപ്പിക്കരുതെന്നും പറഞ്ഞു. അപ്പോഴേക്കും ഭയങ്കര സങ്കടമായി കാവേരിക്ക്. അത് മാത്രമല്ല അരവിന്ദൻ പറഞ്ഞു, പോട്ടെ ശാരദ, ഇനിയിപ്പോൾ അവളെ വഴക്ക് പറയാനും നിൽക്കണ്ടെന്ന് പറഞ്ഞു. അതേസമയം ജയബാലൻ കയറി ഇടപെട്ടു. ജയബാലൻ പറഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞു, ദേ നല്ലൊരു ദിവസമായിട്ട് വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. ആഹാരമൊക്കെ തണുത്ത് പോകുന്നതിന് മുമ്പ് എല്ലാവരും കൂടി അകത്തേക്ക് പോയി അതൊക്കെ എടുത്ത് പെറുക്കി വെക്കാൻ പറയണേ. അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് ഏറ്റുവിട്ടു. ആ സമയത്ത് ജയബാലൻ്റെ അടുത്ത് വന്നിട്ട് അരവിന്ദൻ പറഞ്ഞു, ജയബാലൻ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കോ. പോവാനോ? അതെ, ഇന്നത്തെ ദിവസം അത്ര ശരിയാന്ന് തോന്നില്ല. അങ്ങനൊന്നും പോവാനൊന്നും പറ്റില്ല, ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി, ഇങ്ങോട്ടേക്ക് വാ അരവിന്ദാന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് അങ്ങനെ എല്ലാവരും കൂടെ ആഹാരം കഴിക്കാനിരിക്കുകയാണ്. ആ സമയത്ത് ജയപാലിന്റെ ഭാര്യ പ്രവീണയും അതോടൊപ്പം തന്നെ ഗംഗയും കാവേരിയൊക്കെയാണ് ആഹാരം വിളമ്പാനിരിക്കുന്നത്. രാജേശ്വരിയും നിവിനും അങ്ങനെ അവരെല്ലാവരും കഴിക്കാണ്ടിരിക്കുകയാണ്. അങ്ങനെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ജയബാലൻ അരവിന്ദനോട് പറഞ്ഞു, എടാ അരവിന്ദ, നീ ഇതൊന്ന് കഴിച്ചു നോക്കാൻ പറയണ, ഇത് അവിട്ടക്കട്ടയാന്ന് പറയണേ, ഇന്നത്തെ സ്പെഷ്യൽ ഇതാന്ന് പറയണ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശാരദ പറഞ്ഞു, എന്റെ ജയബാലേട്ടാ, ഇതിപ്പോ കൊടുത്തിട്ടൊന്നും കാര്യമില്ല, ഇപ്പൊ പറയും ഞങ്ങളുടെ കണ്ണൂരുണ്ടല്ലോ എന്നങ്ങ് പറഞ്ഞങ്ങ് തുടങ്ങും, അവിടെ അതുണ്ട് ഇതുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അത് കേട്ടപ്പോ ജയബാലൻ പറഞ്ഞു, അത് പിന്നെ അങ്ങനെയല്ലേ, അവനെ നമുക്ക് അറിയത്തില്ലാത്ത ആളൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയണം. അങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് അവരെ ആഹാരം കഴിക്കാൻ തുടങ്ങി. ഈ സമയത്ത് അരവിന്ദന്റെ അമ്മ ചോദിച്ചു, അല്ല രാജലക്ഷ്മി, സത്യപാൽ എവിടെയാ? സത്യപാലിനെ കുറിച്ച് വല്ല വിവരമുണ്ട്, എവിടെ എന്താന്നൊക്കെ ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മിയുടെ മുഖം ഒന്ന് കുനിഞ്ഞു. രാജേശ്വരിയുടെ ഭർത്താവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ ഒന്നും പറയാൻ ഉണ്ടായിരുന്നില്ല രാജേശ്വരിക്ക്. േക്കും ജയപാലൻ പറഞ്ഞു, അതെ ഹളിയും മിക്കവാറും വല്ല ഹരിദാറിലോ അങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിരിക്കും എന്ന് പറയണം. അത് കേട്ടവ് കഴിഞ്ഞപ്പോ അരവിന്ദ് ചോദിച്ചു, അല്ല അളിയനും ഇത് എങ്ങനെ ഒത്തു വന്നു? രണ്ടുപേർക്കും ഭക്തി കുറച്ച് കൂടുതലാണല്ലോ, എപ്പോ നോക്കിയാലും ക്ഷേത്രങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് രാജേശ്വരിക്ക് അത്രയും കൂടെ പിടിച്ചില്ല. രാജേശ്വരി പറഞ്ഞു, അതെ ഇത്തിരി ഭക്തി ഉള്ളതൊക്കെ ഇന്നത്തെ കാലത്ത് നല്ലതാ, ഇല്ലെങ്കിലുണ്ടല്ലോ മക്കളൊക്കെ ഇങ്ങനെ വഴിപഴിച്ച് നടക്കത്തുള്ളൂ, പറഞ്ഞാൽ അനുസരണ ഇല്ലാതെ നടക്കും. അത് അരവിന്ദനിട്ടും ശാരദയ്ക്കിട്ടും ഒരു കൊട്ടു കൊടുത്താണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കാവേരിക്ക്. കാവേരി രൂക്ഷമായിട്ട് അവരെ ഒന്ന് നോക്കുകയാണ്. ആ സമയം രാജേശ്വരി നിവിനോട് ചോദിച്ചു, എടാ നിന്റെ കൈയുടെ വേദന കുറഞ്ഞോടാ മോനെ, വേദന ഉണ്ടോന്നൊക്കെ ചോദിച്ചു. ഇല്ലമ്മേ, അത് ചെറുതായിട്ടൊരു പൊള്ളലല്ലേ ഉള്ളെന്ന് പറയണം. ഈ സമയം കാവേരി ഗംഗയോട് പറഞ്ഞു, ഇവരുടെ പറച്ചിൽ കേട്ട ഏതാണ്ട് മുല്ല് മുറിവാന്ന് തോന്നും, നിസ്സാരമായിട്ടൊരു പൊള്ളല്, അതിനാ ഇത്ര ബിൽഡപ്പ്, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവര് മോന് ഭാര്യയും കൂടെ കൊടുക്കൂല്ലോ എന്ന് പറയണം. പറഞ്ഞു തീർന്നില്ല. അതിനിപ്പുറം തന്നെ രാജേശ്വരി നിവിനോട് ചോദിച്ചു, എടാ നിനക്ക് ഞാൻ വാരി തരട്ടേന്ന് ചോദിച്ചു. നിവൻ പറഞ്ഞു, വേണ്ടമ്മേ, അമ്മയൊന്നും മിണ്ടായിരിക്കാൻ പറഞ്ഞു. പക്ഷേ എങ്കിൽ ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ കാവേരിക്ക് ചിരി അടക്കാൻ പറ്റില്ല. കാവേരി നിന്ന് ചിരിക്കുവാണ്. കാവേരിയുടെ ചിരി മാത്രം മുങ്ങിക്കേട്ടു. പെട്ടെന്ന് എല്ലാവരും ഒരു നിമിഷം നിശബ്ദയായി. എല്ലാവരും കൂടെ കാവേരിയെ നോക്കുവാണ്. കാവേരി ഇതൊന്നും ഓർത്തില്ല. കാവേരിക്ക് ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ചിരി വന്നത്. അപ്പോഴേക്കും നിവിന് ആകെപ്പാടം നാണക്കേടായി കാവേരിയുടെ ചിരിയും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ. ഒടുവില് എല്ലാവരും കൂടെ കാവേരിനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ടപ്പോ കാവേരി പെട്ടെന്ന് ചിരി നിർത്തിട്ട് പറഞ്ഞു, അയ്യോ സോറി കേട്ടോ, അറിയാതെ ചിരിച്ചു പോയതാന്ന് പറഞ്ഞു.
ആ സമയത്ത് രാജേശ്വരിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും രാജേശ്വരി പിന്നീട് മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം പറഞ്ഞു ആ സാമ്പാർ ഇങ്ങ് എടുക്കാൻ പറയാണ്. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു ഞാൻ എടുത്തോടെ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഗംഗ സാമ്പാർ എടുത്ത് കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് കാവേരി പറഞ്ഞു ഞാൻ കൊടുക്കാൻ ചേച്ചിന്ന് പറഞ്ഞുകൊണ്ട് കാവേരി ആ സാമ്പാർ എടുത്തും കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും സാമ്പാർ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി നേരെ അവരുടെ ദേഹത്തേക്ക് പോയി വീഴുവാണ്. രാജേശ്വരിയുടെ കുറച്ച് നെവിന്റെ മേത്തൊക്കെ വീണു. രാജേശ്വരിക്ക് ദേഷ്യമായി. രാജേശ്വരിക്ക് ഒട്ടും സഹിച്ചില്ല. രാജേശ്വരി പറഞ്ഞു നിന്റെയൊക്കെ മുഖത്തെന്താ കണ്ണില്ലേ, ഇങ്ങനെയാണോ സാമ്പാർ വിളമ്പുന്നേ? നിനക്കതാ കണ്ണ് കണ്ടുകൂടെ? ഓരോന്നൊക്കെ വന്നേക്കൂന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞു. ജയബാലൻ പറഞ്ഞു ഒരബദ്ധം പറ്റിയതല്ലേ. അബദ്ധം? ഇവൾ എന്റെ മുഖത്ത് സാമ്പാർ ഒഴിച്ചാലും ജയബാലേട്ടൻ ഇങ്ങനെയാ പറയത്തുള്ളല്ലോ അബദ്ധം പറ്റിയതാണ്. അതെ, പെൺകുട്ടികളെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റും അബദ്ധം. ശരിക്കും പറഞ്ഞാലേ ഇവള് അബദ്ധം എന്ന് പറയാൻ പറ്റില്ല. ശാരദയ്ക്കും അതുപോലെ അരവിന്ദനും പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഇവളാണ്. ഇവളെ പോലെ ഒരു അബദ്ധം ജനിച്ചത്. ഇവള് കണ്ടോ ആ വീട് മുടിപ്പിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തോണം. അപ്പോഴേക്ക് ശാരദയ്ക്ക് സഹിച്ചില്ല. ശാരദയ്ക്ക് ഭയങ്കര സങ്കടമായി. അരവിന്ദേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പത്തിനും അരവിന്ദൻ പറഞ്ഞു വേണ്ട ഒന്നും മിണ്ടണ്ടെന്ന് പറയാണ്. ആ സമയത്ത് കണ്ണൊക്കെ നിറഞ്ഞു വന്നു കാവേരിയുടെ. ഗംഗ പറഞ്ഞു പോട്ടെ വിഷമിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കാവേരിയും ചേർത്ത് പിടിച്ച് അങ്ങോട്ട് പോയി. ആ സമയത്ത് രാജേശ്വരി പറഞ്ഞു എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തുള്ളി പൂങ്കണ്ണീർ ഒഴിക്കാൻ തീരൂലോ, അതുകൊണ്ട് വല്ലതും ആകുമോ? ആ സമയം ജയബാല പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പറയുന്നതിലാണോ തെറ്റെന്നൊക്കെ പറഞ്ഞ് രാജേശ്വരി വീണ്ടും ചീത്ത പറയണം. അപ്പോഴേക്കും ജയബാലൻ പ്രവീണിനോട് പറഞ്ഞു പ്രവീണെ ആ ഇല മാറ്റിയിട്ട് വേറെ ഇല വെക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രവീണ വേറെ ഇലയൊക്കെ വെച്ചുകൊണ്ട് കൊടുക്കുവാണ്. അതേ സമയത്ത് ജയബാലൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഗംഗ മോളെയും കാവേരി മോളെയും കൂടെ വിളിക്കുക, അവരും കൂടെ വന്നിരുന്ന് കഴിക്കട്ടെ, ഇനിയിപ്പോൾ അവർ വേറെ കഴിക്കാനൊന്നും ഇരിക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജേശ്വരിക്ക് സഹിച്ചില്ല. രാജേശ്വരി അങ്ങ് ചാടി എഴുന്നേറ്റു. എന്താ ജയബാലേട്ടൻ എന്നെ അപമാനിക്കാൻ വേണ്ടി വിളിച്ചാണെന്ന് ചോദിച്ചു. അതെന്താ രാജിനി അങ്ങനെ പറഞ്ഞത്? അല്ല ഇപ്പൊ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ പോരാഞ്ഞിട്ട് വീണ്ടും അവരിങ്ങോട്ടേക്ക് വിളിക്കുവാണോ? അതെന്നെ അപമാനിക്കുന്നതിന് തുല്യമല്ലേന്ന് ചോദിച്ചു. അതെ, വീട്ടിൽ ഉണ്ണാനായിട്ട് അരിയും കറിയൊന്നും ഇല്ലാത്തോണ്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു നേരത്തിന് ആഹാരത്തിന് വകയില്ലാതെ കിടക്കുമല്ല, പിന്നെ എല്ലാരും ഒത്ത് സന്തോഷത്തോടെ ഒന്ന് ഇരുന്ന് കഴിക്കാലോന്ന് ഓർത്ത് വന്ന ആ സമയത്ത് എങ്ങനെയൊക്കെ. അത് കേട്ടപ്പോ ജയബാലൻ പറഞ്ഞു ഇവിടെ ആരും ആരെ അപമാനിക്കാനൊന്നും പോയില്ല, നീ മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കാൻ നോക്ക്. അതെ ഞാൻ ഇവിടുന്ന് കഴിക്കാൻ പോകുന്നില്ല, അവരിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഞാനാണോ ജയബാലേട്ടന് പ്രധാനം അതോ ഈ ഇരിക്കുന്ന അരവിന്ദനും മക്കളോ ആണോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ആലോചിച്ചൊന്ന് എന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം, മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ട് നീ കഴിക്കുക, ഇതിനുള്ള ഉത്തരം ഞാൻ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ നീ നാണം കെട്ട് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു. അതിനുള്ള ഉത്തരം രാജേഷ്ക്ക് മനസ്സിലായി. കാരണം തന്നെക്കാളും പ്രിയപ്പെട്ട അരവിന്ദനും കുടുംബമാണെന്ന്. ഓഹോ അങ്ങനെയാണല്ലേ, അങ്ങനെയാണ് പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അരവിന്ദൻ ജയബാലനോട് പറഞ്ഞു എടാ ജയബാല വേണ്ട, കൂടുതലൊന്നും പറയണ്ട. ഈ സമയത്ത് രാജേശ്വരി നിവിനോട് പറഞ്ഞു എഴുന്നേക്കടാന്ന് പറഞ്ഞു. അമ്മ എന്താ ഇവിടെ, അമ്മ ഇരിക്കാൻ പറഞ്ഞു. നീ വരുന്നുണ്ടോ അല്ലയോ, അല്ലെ ഞാൻ വേറെ ഡ്രൈവറെ വിളിപ്പിച്ച് വണ്ടി എടുത്തോണ്ട് പോയിക്കോളാം. കണ്ടില്ലേ ജയബാലേട്ടൻ പറഞ്ഞ എന്താന്ന്? എടി ഇനി നീ എന്നോട് എത്ര വട്ടം ചോദിച്ചാലും എനിക്ക് ഈ ഒരു ഉത്തരം മാത്രമേ പറയാൻ കാണുള്ളൂ, അതിന്റെ വ്യത്യാസം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. രാജേശ്വരി പിന്നെ നിന്നില്ല, പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നിവിൻ പെട്ടെന്ന് അരവിന്ദനോടും ജയബാലനോടും ഒക്കെ സോറി പറയണം. സോറി ഇട്ടോ അങ്കളെ, സോറി ഇട്ടോ ആന്റി എന്നൊക്കെ ശാരദയോടും പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് നിവിനും അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ആ സമയം അരവിന്ദൻ പറഞ്ഞു വേണ്ടായിരുന്നിടാന്ന് പറയണം. ജയബാലൻ പറഞ്ഞു എന്ത്? എടാ എന്റെ സ്ഥാനത്ത് നീയാണ്, നീ ഇങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ, അതുപോലെ തന്നെ ഞാനും ചെയ്തോളൂ. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് അവൾക്ക് നന്നായിട്ട് അറിയാവുന്ന. അങ്ങനെ ആർക്കും വേണ്ടിയിട്ട് നിന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കല്ലടാന്ന് ജയബാലൻ തർപ്പിച്ച് പറയുകയും ചെയ്തു. പിന്നീട് വിനീതിന്റെ കടയിലെ വിനീത് ഇരിക്കോട. ആ സമയത്ത് പെയിന്റർ വന്നിട്ട് കടയ്ക്കൊരു പേരുണ്ട് ഗംഗ ടൈലേഴ്സ് എന്ന്. അപ്പൊ അവിടെ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഗംഗയുടെ പടമാണ്. അപ്പൊ അതിന് കുറച്ച് ചെളിയൊക്കെ തെറിച്ചിട്ടുണ്ട് മുഖത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ, അതൊക്കെ ഒന്നുകൂടെ പെയിന്റ് ചെയ്യുവാണ്. അങ്ങനെ പെയിന്റ് ചെയ്തിട്ട് വിനീതിന്റെ എങ്ങനെയുണ്ട് ഇപ്പൊ സെറ്റ് ആയില്ലേന്ന് ചോദിച്ചു. സെറ്റ് ആയെന്ന് പറഞ്ഞു. ദേ ഏതോ ഒരു വണ്ടി വന്നിട്ട് കുറച്ച് ചെളി തെറിച്ചാന്ന് തോന്നേ, അതാ ഇപ്പൊ ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അവിടെ ഇരുന്ന് ഇക്ക പറഞ്ഞു അതെ ചെളിയൊന്നും തെറിച്ചിട്ടൊന്നുമില്ല, ഇയാള് പറയുന്ന ചെളി എന്ന് പറയാണ്. ഏത് വണ്ടി വന്ന് തെറിപ്പിക്കാനാ ഇത്രയും പൊക്കത്തിലിരിക്കുന്ന പടത്തിന്റെ മുഖത്ത് ചെളി തെറിപ്പിക്കാണ്ട്? ഇയാള് തന്നെ രാത്രി വന്ന് ചെളി തേച്ചിട്ട് പോയതാ, കാരണം പിറ്റേ ദിവസം നിന്റെ കയ്യിൽ നിന്ന് വന്ന് പൈസ വാങ്ങാനായിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വരച്ചോണ്ടിരുന്ന അയാൾ പറഞ്ഞു എടാ നിന്നെ ഞാൻ കാണിച്ചു തരാടാന്നൊക്കെ പറഞ്ഞിട്ട് അതവിടെ വെച്ചു. കണ്ടില്ലേ വിനീതയും പറഞ്ഞു കേട്ടോ, ഞാൻ അങ്ങനെ മറപ്പുറോ നിന്നോട് ചെയ്യുവോ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോ വിനീത് പറഞ്ഞു പോട്ടെ ബേബിച്ചേട്ടാ, ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല, ഇല്ല ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല പോകുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. ആ സമയത്ത് ബേബിച്ചേട്ടൻ ഓർത്തു ഇതെന്താ ഇവൻ വിളിക്കാത്തെ. അപ്പോഴേക്കും വിനീത് വിളിച്ചു. ബേബിച്ചേട്ടൻ അവിടെ നിൽക്കാൻ പറയണ. വിനീത് ഇത്തിരി പൈസ എടുത്തു, അത് എണ്ണാൻ തുടങ്ങിയും പറഞ്ഞു നീ എണ്ണൊന്നും വേണ്ട ഇങ്ങ് തരാനും പറഞ്ഞുകൊണ്ട് അത് പിടിച്ചു മേടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ദേ ആ ബ്രഷും പെയിന്റും എടുത്ത് വെച്ചിരിക്കണം, നാളെ അത് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി. ആ സമയത്ത് കടയിലുണ്ടായിരുന്ന തയ്ക്കുന്ന ഇക്ക പറഞ്ഞു
എന്റെ വിനീതേ, ഈ ഗംഗയുടെ പേര് പറഞ്ഞ് നിന്നെ ആർക്ക് വേണം പറ്റിക്കാലോടാ. പറ്റിച്ചോട്ടെ ഇക്ക, എത്ര വേണം പറ്റിച്ചോട്ടെ. എന്റെ ഗംഗയുടെ പേരിലല്ലേ, എനിക്കതൊരു സുഖമുള്ള കാര്യം. എന്നാലും നീ എത്ര പാവമായി പോവല്ലെന്ന് പറയണം. കാരണം ഗംഗയുടെ പടം അവിടെ വെച്ചിരിക്കുന്നേ. അപ്പൊ അതിനകത്ത് ഒരു ചെറിയ ചെളുതെറിക്കോ എന്തേലും ഒരു എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല വിനീതിന്. അത് അത് പെയിന്റ് ചെയ്യുന്ന ബേബിക്ക് അറിയാം. അതുകൊണ്ടാണ് അയാളെ വന്ന് പറ്റിച്ച് ഓരോ ദിവസം വന്ന് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ വിനീത് ആ പടത്തിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്താണ് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നത്. നിവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് കൈപോയി കാണിച്ചു വിനീത്. ആ എടാ നീ ഇതെപ്പോ വന്നു വരാൻ പറയണം. അങ്ങനെ നിവിൻ അങ്ങോട്ടേക്ക് കയറി വരുക. നിവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിനീത് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് സുഖമാണെന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. പിന്നീട് നിവിനോട് ചോദിച്ചു, എടാ നീ എപ്പോഴാ വന്നേ, നീ പറഞ്ഞില്ലോ എന്ന് പറഞ്ഞു. ഞാൻ മിനിഞ്ഞാന്ന് വന്ന, എന്നിട്ട് ഇപ്പോഴാണ് നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങണേ. എടാ അമ്മയുടെ പിടിയിലായിരുന്നു, ഇപ്പോഴാണ് ഇറങ്ങാൻ പറ്റിയെന്ന് പറഞ്ഞു. അല്ല ഇന്ന് കടയ്ക്ക് അവധിയില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവിടെ നിൽക്കാൻ പറഞ്ഞു. എങ്ങനെ അവധിയാവാനായിട്ടാ, ഇവിടെ ഓണം വന്നാലും ഉത്രാടം വന്നാലും എല്ലാം കണക്കാ, കടയ്ക്ക് അവധിയും തരത്തില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം വിനീത് പറഞ്ഞു, കുറച്ച് തിരക്കൊണ്ട് കഴിഞ്ഞില്ല, അവിടെ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തിരക്കുള്ളതുകൊണ്ട് കട അടച്ചിടാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. ഇക്ക ഒരു കാര്യം ചെയ്യാം, പോയി ഒരു ചായ മേടിച്ചിട്ടുണ്ടാൻ പറയണം. പിന്നെ ഓണമൊക്കെ ആയിട്ട് അതെ പാല് തരുന്ന പശുവിന് പോലും അവധിയായിരിക്കും, അതുകൊണ്ട് പാലൊന്നും കടയില്ലാത്തതുകൊണ്ട് ചായക്കട ഒന്നും തുറന്നും കാണത്തില്ല എന്ന് പറഞ്ഞു. അന്ന് ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞാൽ മതി, അമ്മ ചായ ഫ്ലാസ്കിനകത്തേക്ക് തരും, കുറച്ച് പലഹാരമായിട്ട് പോരെ. വീട്ടിൽ പോനാ പിന്നല്ലാതെ. എടാ അത് പിന്നെ എന്താ, ഇവൻ വന്നെന്ന് പറഞ്ഞാൽ മതി. എടാ നീ വന്നെന്ന് പറഞ്ഞിട്ട് ഇനി ഇപ്പൊ അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ അമ്മ അത് വലിയ പ്രശ്നമാക്കി മാറ്റും. നീ വന്നെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നൊക്കെ പറയണം. ഒടുവില് ഇക്കാട് പോകാൻ പറഞ്ഞപ്പോ ഇക്ക പറഞ്ഞു, അതെ അതിങ്ങോട്ട് എടുക്കാൻ പറയണം. അതെന്താ, അതാ പോകുന്ന വഴിക്ക് കൊടുത്തേക്കാം. അതെന്താന്ന് പറ. അതാ ജൂലിയുടെ തയ്ച്ച ബ്ലൗസാ, അത് ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം, വെറുതെ ഇനി ഒരു നടപ്പ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇക്ക അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നീ പറഞ്ഞു, ഇപ്പോഴും ഇക്കയുടെ സ്വഭാവത്തിന് മാറ്റമില്ലല്ലേ, എവിടുന്ന് മാറാനായിട്ട്, അതേപടി തന്നെയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ ഒട്ടിച്ചിരിക്കുന്നതല്ല വരച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോ കാണുന്നത്. എടാ നിനക്കൊരു മാറ്റം വന്നിട്ടല്ലോ, ഇപ്പോഴും നിന്റെ മോഡല് ഗംഗ തന്നെയല്ലേന്ന് ചോദിച്ചു. അതിനി എത്ര വർഷം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കൂടാ, ഓരോ ദിവസം കൂടുന്തോറും അവൾക്ക് ഭംഗി കൂടി വരുമല്ലേ. എടാ ഇത്തവണയെങ്കിലും കോൺട്രാക്ട് സൈൻ ചെയ്യുവോ? അബുദാബിന്ന് വന്നിട്ടുണ്ട് അമ്മാവന്, ചിലപ്പം ചെയ്യുമായിരിക്കും, അറിയത്തില്ല, അവളുടെ മനസ്സെന്താന്ന് അറിയില്ല എന്ന് പറയണ. എടാ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സൊക്കെ മാറുമായിരിക്കും ഇല്ലേ? അങ്ങനെ പ്രതീക്ഷിക്കുന്നു. എടാ നീ ഇനി എന്നാ തിരിച്ചു പോന്നേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇത്തവണ നിന്നെ അമ്മ പൂട്ടിയിട്ട് കാണുമായിരിക്കും ഇല്ലേന്ന് ചോദിച്ചു. അമ്മയല്ലടാ വേറൊരാളാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് നിവിനിങ്ങനെ മനസ്സിൽ ഓർക്കുവാണ് കാവേരിയെക്കുറിച്ച്. കാവേരി തന്റെ മനസ്സിലേക്ക് കയറിയ കാര്യങ്ങളൊക്കെ നിവിന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നുപോയി. ഇതേ സമയത്ത് അരവിന്ദന്റെ വീട്ടില് ശാരദ ആകപ്പാടെ വിഷമിച്ചിരിക്കും അടുക്കളയില്. അതുപോലെ തന്നെ അരവിന്ദിന്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അരവിന്ദൻ എന്ത് ചെയ്തു, ബാക്കി വന്ന കറികളൊക്കെ ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് ഇളക്കുവാണ്. അമ്മേ പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞാലേ ഈ കറികളൊക്കെ ഓണത്തിന് മിച്ചം വന്നു കഴിയുമ്പോ ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ല എടുത്തു വെക്കാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, അതെല്ലാം കൂടി ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം ഒരു പുതിയ കറിയാവും. എടാ നിന്നോട് ഇത് ആര് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ എന്ന്, നിനക്ക് എങ്ങനെ അറിയാന്ന് ചോദിച്ചു. അതെ ഞങ്ങളുടെ ആലപ്പുഴക്കാരൻ ഒരു ചങ്ങാതിയുണ്ട്, പുള്ളിക്കാരൻ ഇതൊക്കെ പറഞ്ഞു തന്നെ. അങ്ങനെ ഞങ്ങൾ മിച്ചം വരുന്ന കറികളൊക്കെ എടുത്തു വെച്ച് ഞങ്ങളൊരു പുതിയ കറിയൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ശാരദ എപ്പോഴും ഒന്നും മിണ്ടാന്നിക്കുക. ശാരദ നീ ഇത് ഏത് ലോകത്താ, നിന്റെ കപ്പൽ എന്താ മുങ്ങിപ്പോയെന്ന് ചോദിച്ചു. എങ്ങനെ സന്തോഷിക്കാൻ അരവന്ത, നല്ലൊരു ഓണമായിട്ട്. കാവേരി മോൾ അവിടെ വിഷമിച്ചിരിക്കുക. അവിടുന്ന് ഒന്ന് രണ്ട് വറ്റ് കഴിച്ചെന്ന് വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ, നേരെ ചൊവ്വ ഒന്നും കഴിച്ചിട്ടില്ല. ഇതേ സമയം ഇത്ര സമയമായിട്ട് ഇവിടുന്ന് ഒന്നും കഴിച്ചിട്ടില്ല, അവൾക്ക് നല്ല സങ്കടമായെന്ന് പറഞ്ഞു. ആ സമയം കാവേരി ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്. രാജേശ്വരി പറഞ്ഞ കാര്യങ്ങളൊക്കെ കാവേരിയുടെ മനസ്സിൽ, താൻ ഒന്നിനും കൊള്ളാത്തവളാണ്, താനാണ് ഏറ്റവും വലിയ ദുരന്തം. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും കാവേരിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അരവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു. ഒരു പാത്രത്തിനകത്ത് കുറെ ചോറൊക്കെ ആയിട്ട് അതിന് ഉരുള ഉരുട്ടുവാണ്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു കള്ളി പൂച്ച ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും കാവേരി തലയുയർത്ത് നോക്കി. ആ സമയത്ത് നിള അങ്ങോട്ടേക്ക് വന്നു. നിള വന്ന് വാ പൊളിച്ചു, ഒരു വാ മേങ്ങോട് മേടിച്ചു. അതേ കുട്ടിത്താറാവ് വന്ന് കഴിച്ചു. അതിനുശേഷം യമുന അങ്ങോട്ടേക്ക് വരുവാണ്. യമുനയും വാങ്ങിച്ചു കഴിച്ചു. നീലം മയിലും വന്ന് കഴിച്ചിട്ട് പോയി. ഇനി ഒരു പുള്ളിക്കോയിലും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും ഗംഗയും വന്ന് കഴിച്ചു. എന്നിട്ട് ഈ കള്ളിപ്പൂച്ച ഇത് എവിടെ പോയി പതുങ്ങിയിരിക്കുന്നൊക്കെ പറഞ്ഞു. കള്ളിപ്പൂച്ച അവിടെ ഇരിക്കാതെ ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. അപ്പോഴേക്കും കാവേരി കണ്ണൊക്കെ നിറഞ്ഞ് നേരെ അച്ഛൻ്റെ അരിയിലേക്ക് വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇനി മുതൽ വൈകുന്നേരം പ്രൊമോ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ കാണാൻ ഇഷ്ടമുള്ളവർ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.